ഇതെന്താണ് ചെയ്യുന്നത്? സർ, ഇതൊക്കെ എങ്ങനെ നടക്കുന്നെന്ന് അറിയോ? ഇതൊക്കെ മന്ത്രശക്തിയാ, മന്ത്രശക്തി. സാറേ, ഇവന്മാര് മന്ത്രശക്തി ഉപയോഗിച്ചാ ഇതൊക്കെ ചെയ്യുന്നത്. എനിക്കും എന്തോ പ്രശ്നമുള്ളതുപോലെ തോന്നുന്നുണ്ടായിരുന്നു. ഇന്നത്തോടെ ഞാൻ വീറിന്റെ കളികളെല്ലാം അവസാനിപ്പിക്കും. വെരി ഗുഡ്. വൈകുന്നേരത്തിനുള്ളിൽ പെയിന്റിംഗ് കഴിയുമെന്നുള്ള കാര്യം ഇപ്പം എനിക്ക് വിശ്വാസമായി. ഞാൻ പ്രിൻസിപ്പൽ സാറിനെ വിവരമറിയിക്കട്ടെ. ജിൻടു വരൂ, ആദ്യം നമ്മുടെ ക്ലാസ്സിന് പെയിന്റിംഗ് പൂർത്തിയാക്കിയിട്ട് ബാക്കി ക്ലാസ്സിന് വരാം. ഞാനിവിടെ എന്താ ചെയ്യുന്നത്? കണ്ടില്ലേ സാർ, ഇവിടെ ഒരു പെയിന്റിംഗ് പണി നടക്കുന്നില്ല. വീറും മന്ത്രശക്തി ഉപയോഗിച്ചാ പെയിന്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവനുള്ള സ്ഥലത്ത് മാത്രം പെയിന്റിംഗ് പണി നടക്കുന്നത്. നീ ഇവിടെ തന്നെ നിൽക്ക്, ഞാൻ പ്രിൻസിപ്പൽ സാറിനെ വിളിച്ചുകൊണ്ട് വരാം. ജിൻടു, ജിൻടു, നീ എവിടെ പോയി? ജിൻടു, ഇന്നീ ജിൻടു കാരണം പണി പാളുമല്ലോ. ഇവനിത് എവിടെ പോയി കിടക്കാം? കാണുന്നത് വീറുത് എവിടെ പോയി? അവനോട് പറ പെയിന്റിംഗ് മൊത്തമായിട്ട് തീർത്തില്ലെങ്കിൽ എന്റെ ജോലി എന്നേക്കുമായി പോകുമെന്ന്. വേറെ എവിടെയാണെന്ന് ചെന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കേ. ഒളിച്ചിരിക്കുകയായിരിക്കും, പക്ഷെ ഒളിക്കാൻ ഞാൻ അനുവദിക്കില്ല. ഇന്നത്തോടെ അവന്റെ കള്ളക്കളികൾ ഞാൻ അവസാനിപ്പിക്കും. വരൂ സാർ, നമുക്ക് കെമിസ്ട്രി ലാബ് നോക്കിയിട്ട് വരാം. വേഗം ജിൻടുവിനെ കണ്ടുപിടിക്കേ, എന്നിട്ട് അവനോട് പറ പ്രിൻസിപ്പൽ സാറിനെയും കട്കട്ട് സാറിനെയും തടയാൻ. പക്ഷേ അത് എന്തിനാ? ഇപ്പൊ എന്തു പറ്റി? ജിൻടുവിനെ ഇപ്പൊ കാണാതായിരിക്കാ. ഇനി പെയിന്റിംഗ് എല്ലാം ഞാൻ തന്നെ ചെയ്തേ പറ്റൂ. കട്കട്ട് സാറ് പ്രിൻസിപ്പലിനെ കൊണ്ട് എല്ലാം ചെക്ക് ചെയ്യാൻ ഇറങ്ങിയിരിക്കാ. വേഗം ചെല്ല് ചുൾബോൾ. എന്താണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? അപ്പൂപ്പ, വീറൊരു കാർ ഉണ്ടാക്കിയിരിക്കുക. ഈ കാർ റെയിൽവേ ട്രാക്കിലൂടെ ഓടുവന്നേ. കുട്ടികളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, കുട്ടികൾ ആരും റെയിൽവേ ട്രാക്കിനടുത്ത് പോയി കളിക്കാൻ പാടില്ല. അത് വളരെ അപകടമാണ്. അത് മാത്രമല്ല കുട്ടികളെ, റെയിൽവേ ട്രാക്കിലൂടെ ഓടിക്കാൻ വേണ്ടി നിങ്ങൾ കാറൊന്നും ഉണ്ടാക്കാൻ പാടില്ല. മനസ്സിലായോ? ചിലപ്പോ മുന്നിൽ നിന്നോ പുറകിൽ നിന്നോ എപ്പോ വേണമെങ്കിലും ട്രെയിൻ വരാം. അങ്ങനെ വന്നാൽ നിങ്ങൾക്ക് അപകടമുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൂപ്പ, എനിക്കറിയാം കുട്ടികളെ റെയിൽവേ ട്രാക്കിലൊന്നും പോവാൻ പാടില്ലെന്ന്. പക്ഷെ ഞാനൊരു റോബോട്ടല്ലേ. ഓക്കെ, പക്ഷെ ഒരു കാര്യം നീ എപ്പോഴും ഓർക്കണം. നിന്റെ ഈ റോബോട്ടിക് പവർ ഒന്നും ഒരു കാരണവശാലും മറ്റുള്ളവരുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കരുത്. വീർ, ഒരു സംഭവം നടന്നു. എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. എന്റെ ഗ്രാമത്തിലേക്ക് ട്രെയിൻ പോകുന്നുണ്ട്. ആദ്യത്തെ ട്രെയിനിൽ തന്നെ അമ്മയച്ഛന്റെ കൂടെ ഗ്രാമത്തിൽ പോവാ. സാരില്ലല്ലോ എമിലി, നീ അമ്മയുടെ അച്ഛന്റെ കൂടെ പോയിക്കോ. നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും കാറി പോവാം. ഓക്കെ ഓക്കെ, താങ്ക് യു വീർ. അത് കണ്ടോ? അതിനെ അങ്ങ് നശിപ്പിച്ചു കളാ. വെരി ഗുഡ്, വെരി ഗുഡ് മാഗി. ഇനി ആ ട്രെയിനിന്റെ ബ്രേക്ക് ഒന്ന് ഫെയിലാക്കി ഡ്രൈവറെ കൂടി ബോധം കെടുത്തിയാൽ മാത്രം മതി. അപ്പോൾ നാട് മുഴുവൻ ട്രെയിൻ അപകടത്തിൽപ്പെടാൻ പോകുന്ന വാർത്ത പരക്കും. ആ വാർത്ത കേട്ട് പ്രേം സഹായിയുടെ റോബോട്ട് ഇവിടേക്ക് എത്തുമ്പോൾ നമുക്കവനെ നമ്മുടെ വലയിൽ കുടുക്കുവാൻ സാധിക്കും. ഇപ്പോൾ കിട്ടിയ വാർത്ത, രാജ്പൂരിലേക്ക് പോകുന്ന ആദ്യത്തെ ട്രെയിൻ തന്നെ അപകടത്തിലാകാൻ പോകുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ട്രെയിൻ പോകുന്ന വഴിയിലെ ഏകദേശം 2 കിലോമീറ്റർ നീളമുള്ള പാലം തകർന്നിരിക്കുകയാണ്. ആ ട്രെയിൻ നിൽക്കുന്നതുമില്ല, ഡ്രൈവറെ പറ്റി യാതൊരു വിവരവുമില്ല. ഓ നോ, ഇംലി ആ ട്രെയിനിലാ പോകുന്നത്. ജിൻടു, പറഞ്ഞോളൂ ബോസ്, എന്തു പറ്റി? എന്താ ഇത്ര ടെൻഷനിലിരിക്കുന്നേ? ഇംലിയുടെ ജീവൻ അപകടത്തിലാണ്. നമ്മള് റെയിൽവേ ട്രാക്കിൽ പോയി അവളെ രക്ഷിക്കണം. വേഗം വരൂ. ഓക്കെ ബോസ്, ഇപ്പൊ പോവാം. സ്വാമിയായിട്ട് വേണം എനിക്ക് പ്രകാശിനെയും അവന്റെ കൂട്ടുകാരിയെ ഒരു പാഠം പഠിപ്പിക്കാൻ.
നമ്മൾ എങ്ങനെയാ ഇവിടെ എത്തിയത്? എടാ ബണ്ടി മോനെ, വീറൊരു മാന്ത്രികനാണോ? മന്ത്രജാലങ്ങളൊക്കെ അവനപ്പ അറിയോ? എന്ത് മാന്ത്രികമാണ്? എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ. അവിടെ നോക്കിക്കേ, നിനക്കൊന്നും കാണാൻ പറ്റുന്നില്ല. നീ അങ്ങോട്ട് നോക്കിക്കേ. ജിണ്ടു, വേഗം എല്ലാവരെയും അപ്രത്യക്ഷമാക്ക, വേഗം. അപ്പൊ പിന്നെ ഇവരെങ്ങനെ പാഠം പഠിപ്പിക്കും വീർ? ഓക്കെ, നീ പറയുന്ന പോലെ തന്നെ ചെയ്യാം. ഓ നോ, ബണ്ടി അവന്റെ അമ്മയെ വിളിച്ച് ഇതെല്ലാം കാണിച്ചു കൊടുത്തു. ഈ ബണ്ടിയാണ് ആദ്യം പാഠം പഠിപ്പിക്കേണ്ടത്. അകടം പകടം ആലം പാലം. പറ നിങ്ങളും പറ. നിങ്ങളുടെ ഓർമ്മയെല്ലാം നശിച്ചു പോട്ടെ. ഇതുവരെ നിങ്ങൾ കണ്ടത് എല്ലാം എന്നേക്കുമായി മാഞ്ഞു പോട്ടെ. നമ്മളെന്തിനാടാ ഇവിടെ നിൽക്കുന്നേ? ആർക്കറിയാം? ആ, ഇപ്പഴാ ഓർമ്മ വന്ന്. നീ എനിക്ക് ഫോൺ ചെയ്തിരുന്നു, ഒന്നിനൊന്ന് സൗജന്യമായി സെയിൽസ് ഉണ്ടെന്ന്. എന്നിട്ട് എവിടെയാടാ സെയിൽ? മമ്മി, ഏത് സെയിലിനെ പറ്റിയാ പറയുന്നേ? എവിടെയാ ഈ സെയില്? എനിക്ക് ഇപ്പൊ ഒന്നും ഓർമ്മ വരുന്നില്ലല്ലോ. അയ്യോ, ഏതു നേരം ഓരോന്ന് പറഞ്ഞ് എന്റെ സമയം എങ്ങനെ പാഴാക്കിക്കോ. മര്യാദക്ക് ചെവിയെ നുള്ളിക്കൊണ്ട് വീട്ടിൽ വന്നിരിക്കാൻ നോക്ക്. ആളിപ്പോ അതിൽ ചവിട്ടി വീഴും. പിന്നെ നല്ല രസമാണ്. ഇതെന്താ സംഭവിച്ചേ? എങ്ങനെയാ സംഭവിച്ചേ? ഓം നമ ശിവായ. അവനവൻ കുഴിക്കുന്ന കുഴിയിൽ അവനവൻ തന്നെ വീഴും. ഈ പഴഞ്ചൊല്ല് നിങ്ങൾ കേട്ടിട്ടില്ലേ? അയ്യോ, ഇതെന്തൊക്കെ സംഭവിക്കുന്നേ? നാളത്തെ പ്ലാൻ ചെയ്യുമ്പോ അവിടെ വെച്ച് കാണാം. ഇപ്പൊ വിട്ടോടാ. പ്രകാശ് മോനെ, ഞാനൊരു സ്വാമിയാണ്. നീ ഇവരുടെ കൂട്ടുകെട്ടൊക്കെ വെട്ടി റേസ് ജയിച്ച ആൾക്കാരൊക്കെ എന്നെ സംശയിക്കാൻ തുടങ്ങും. വേഗം പഴയ സ്ഥലത്ത് എത്തിക്കേ, വേഗം. അല്ല, ആ ചെറുക്കനത് എവിടേക്കാ പോയത്? അവൻ നമ്മളെക്കാളും മുന്നിലൊന്നും പോയിട്ടില്ലല്ലോ അല്ലേ? നിങ്ങളിപ്പോ എവിടുന്നാ വന്നേ? ഞാൻ നിങ്ങളുടെ പിന്നാലെ ഓടുന്നുണ്ടായിരുന്നു. ജിണ്ടു, വീറിനെ ചെറുതായിട്ട് പൊക്കിയെടുത്ത് പറത്തിക്കൊണ്ടു പോ. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ ഓടുന്നതായിട്ട് തന്നെ തോന്നണം. ഇവനിത് എങ്ങനെ ഓടുന്നത്? അവൻ അടുത്തെത്തി. ജിണ്ടു, എന്റെ കാലൊന്ന് നിലത്ത് മുട്ടിക്കേ, അല്ലെങ്കിൽ ആൾക്കാർ കണ്ടാ വിചാരിക്കും ഞാൻ പറക്കുകയാണെന്ന്. എന്നെ വിട് ജിണ്ടു, എന്നെ ഒന്ന് വിട്. ദയവേത് എന്നെ ഒന്ന് വിട്. നിന്നെയും കൊണ്ട് ഒരു കാര്യത്തിനും കൊള്ളൂല. ഇനി നീ പുറകിൽ തന്നെ കിടന്നോ. ഞങ്ങളെ തോപ്പിക്കാൻ നിനക്ക് ആവില്ല. അതെ, ആ പയ്യൻ വരുന്നുണ്ട്. നിങ്ങൾ അവനെ എങ്ങനെയെങ്കിലും തടയേ. എന്നെ വെറുതെ വിട്. എന്നെ എന്താ ചെയ്യുന്നേ? എന്നെ വിട്. വിടാനാ പറഞ്ഞേ. എന്താ ഇത്? നീ ഇവിടെ ഇങ്ങനെ കിടന്നോടാ മോനെ. ഇവിടെ ഇങ്ങനെ ഊഞ്ഞാലാടിക്കോ. ഇത് ഊഞ്ഞാലാടേണ്ട പ്രായം തന്നെയാ. ആ